എടപ്പള്ളി ലുലു മാളിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലായി മനോഹരമായിട്ടുള്ള ഒരു വില്ല. 4 വില്ലകൾ വരുന്ന ഒരു കോമ്പൗണ്ടിലുള്ള ഒരു വില്ലയാണിത്. 5.5 സെൻറ്റ് സ്ഥലത്ത് 2650 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 വില്ലകളിൽ ഒരെണ്ണം ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇപ്പോൾ നമുക്ക് 3 വില്ലകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വീടിനെ കുറിച്ചാണ്. മനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു വീട്. ഈ വീടിൻ്റെ കൂടുതൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള പുതിയ പുതിയ വീടുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വീടിൻ്റെ വീഡിയോയിലേക്ക് വരാം. എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 200 മീറ്റർ മാത്രം അകലത്തിലായി വരുന്നതാണ് ഈ വില്ല പ്രോജക്റ്റ്. വില്ല പ്രോജക്റ്റിൻ്റെ ഫ്രണ്ടിലായി വരുന്നത് ഈ കാണുന്ന വിഡ്ത്തുള്ള റോഡാണ്. നല്ല വിഡ്ത്തിലാണ് റോഡ് വരുന്നത്. ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്ത റോഡാണ്. ഇത് പഞ്ചായത്ത് റോഡാണ്, അത് മുനിസിപ്പാലിറ്റി റോഡ് തന്നെയാണ്. വീടിൻ്റെ മുമ്പിലുള്ള മതിലെന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇതിനൊരു വലിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലാഡിങ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്ലാന്റർ ബോക്സുകൾ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് ടെക്സ്ചർ വർക്കാണ് വരുന്നത്. അങ്ങനെ ഇടപെട്ട് വരുന്നുണ്ട്. മുകളിൽ ചെടികളെല്ലാം വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മെയിൻ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഗേറ്റ്. വലിയ സ്ക്വയർ ട്യൂബ് വെച്ച് മുകളിൽ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നതായി കാണാം. രണ്ട് വശത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4 വില്ലകളാണ് ഇവിടെ ഉള്ളത്. 2 വില്ലകൾ ഒരു സൈഡിലും 2 വില്ലകൾ ഒരു സൈഡിലുമാണ് വരുന്നത്. ഒരു വില്ല ഓൾറെഡി സോൾഡ് ഔട്ടാണ്. നമ്മൾ വില്ല പ്രോജക്റ്റിൻ്റെ അകത്തേക്കാണ് പ്രവേശിക്കുമ്പോൾ വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന നല്ല ഗ്രിപ്പുള്ള ടൈലുകൾ വിരിച്ച റോഡ് തന്നെയാണ്. നല്ല വിഡ്ത്തിലാണ് റോഡ് നൽകിയിരിക്കുന്നത്. സെപ്പറേറ്റ് മതിലൊന്നും കെട്ടി തിരിച്ചിട്ടില്ല. ഇത് ഓരോന്നിനും സെപ്പറേറ്റ് മതിലൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ റോഡ് ഇങ്ങനെ അറ്റം വരെ കിടക്കുകയാണ്. ഏറ്റവും അറ്റത്തായിട്ട് ചെറിയൊരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ട് നല്ലൊരു ചെറിയൊരു ഗാർഡൻ സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് കലാത്തിയ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ ചെയ്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ വീടിനും ചെറിയൊരു ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഗാർഡൻ സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഗാർഡൻ ലാമ്പും കാണാവുന്നതാണ്. അങ്ങനെ ഈ എല്ലാ വീടുകൾക്കും ഓരോ ഗാർഡൻ ലാമ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിനും നമുക്കത് അവൈലബിൾ ആയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ റോഡ് തന്നെ നല്ലൊരു ഹൈലൈറ്റാണ്. ഇതുപോലത്തെ ടൈൽ വർക്ക് നമ്മൾ റോഡിൽ അധികം കണ്ടിട്ടില്ല. എല്ലാം മനോഹരമായിട്ടുള്ള നല്ല ഗ്രിപ്പുള്ള രീതിയിലാണ് ടൈൽ വർക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് വീണ്ടും വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി കണ്ടംപററി ഡിസൈനാണ് വീടിൻ്റെ വരുന്നത്. ബോക്സി ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. സെൻറ്റർ ഭാഗത്ത് നമുക്ക് നോക്കിയറിയാം വലിയ ജനലുകൾ, വലിയ ഗ്ലാസ് ഇട്ട വിൻഡോകൾ നമുക്ക് കാണാം. ഈ സെൻറ്റർ ഭാഗത്ത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ബാൽക്കണി വരുന്നത്. അവിടെ പ്ലെയിൻ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു കണ്ടംപററി ഡിസൈനിൻ്റെ സ്റ്റൈൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയ ബാൽക്കണിയും ഓപ്പൺ ബാൽക്കണിയും നമുക്കൊരു കവേർഡ് ബാൽക്കണിയും മുകൾ ഭാഗത്ത് വരുന്നുണ്ട്. അതിന് താഴെയായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കിൽ കാർ പോർച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ എലവേഷൻ എന്ന് പറയുമ്പോൾ. നല്ല ഭംഗിയുള്ളൊരു എലവേഷൻ തന്നെ വീടിന് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഈ കാർ പോർച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ച് ഒരുക്കിയിരിക്കുന്നത്. ടൈലുകളെല്ലാം നല്ല പ്രീമിയം ബ്രാൻഡ് ലുക്കിൽ തന്നെയാണ് ടൈലുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലാഡിംഗ് ടൈലുകൾ ഈ ഭിത്തിയിലും നൽകിയിട്ടുണ്ട്. ഇവിടെ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്രൊഫൈൽ LED ലൈറ്റ് നമുക്കിവിടെ വരുന്നതായി കാണാം. അത് ഈ സമയത്ത് നല്ല ഭംഗിയിൽ തന്നെ അത് കാണാനാവുന്നുണ്ട്. വേണമെങ്കിൽ ചെറിയ വാഹനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെ അവൈലബിൾ ആണ്. 2 വലിയ വാഹനങ്ങൾ ഓൾറെഡി നമുക്ക് കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാം. കൂടാതെ ഒരു വാഹനം ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്ലാന്റർ ബോക്സ് വീടിനോട് ചേർന്ന് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ ഭിത്തിയിലും ക്ലാഡിംഗ് ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നിന്ന് LED ലൈറ്റുകൾ താഴെ ഈ പ്ലാന്റർ ബോക്സിലേക്ക് പോയിൻ്റ് ചെയ്യുന്നുമുണ്ട്. ഇങ്ങോട്ട് തന്നെ നേരത്തെ പറഞ്ഞാണ് ഒരു ചെറിയ ഗാർഡൻ സ്പേസ് ഇവിടെയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകുമ്പോൾ
ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നമുക്ക് കാണാം ഇവിടെ ഫുൾ ബോഡി ടൈലുകളാണ് ഈ സ്റ്റെപ്പുകളിലും ഈ ബോർഡറും ഒക്കെ ആയിട്ട് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ ഒരു സിറ്റ് ഔട്ട് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ സിലിണ്ട്രിക്കൽ ലാമ്പാണ്, LED ലാമ്പുകളാണ് ഇവിടെ താഴേക്ക് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ തേക്കുണ്ടിലാണ് ഇതിൻ്റെ ഡോറും വാതിലും എല്ലാം ചെയ്തിരിക്കുന്നത്. വലിയ വിൻഡോകൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ അകത്ത് നല്ല ഒരു വെൻറ്റിലേഷനും നല്ല നാച്ചുറൽ ലൈറ്റും നമുക്ക് ലഭിക്കുന്നതാണ്. വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഇതാണ്. സാധാരണ ഡോറുകളേക്കാൾ കുറച്ചുകൂടി ഹൈറ്റിലാണ്, ഏകദേശം 8 അടിയെങ്കിലും ഹൈറ്റുള്ള ഡോറാണിത്. അതുപോലെ തന്നെ ഇതെല്ലാം പാനൽ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 2 വലിയ ഹെവി ആയിട്ടുള്ള ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് സ്പേസ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെയാണ്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും കൂടിയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഒരു L ഷേപ്പിലാണ് ഈ ഡൈനിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, മുകൾ ഭാഗത്തായിട്ടൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. LED ആണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകൾ ഭാഗത്തൊരു ഗ്ലാസിൻ്റെ വർക്ക് നമുക്ക് ആ ഹാൻഡ് റെയിലുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് വുഡൻ ഡിസൈൻ കാണാം. അവിടെ നമുക്ക് പ്രൊഫൈൽ LED ലൈറ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്ന സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ട് അവിടെ ഗ്ലാസ്, ഡിഫറെൻറ്റ് കളറിലുള്ള ഗ്ലാസിൻ്റെ പീസുകൾ കൊടുത്തിട്ടുണ്ട്. അതും നല്ല ഹൈലൈറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഇവിടെ കാണാനാവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഒരു കോർട്ട്യാർഡ് സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ പുറത്തേക്കായിട്ടൊരു കോർട്ട്യാർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്ലൈഡ് ചെയ്ത് ക്ലോസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഡോറുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് സേഫ്റ്റി ഇഷ്യൂ നമുക്കിതൊന്ന് നോക്കാം. ഇതിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഇതാണ് കോർട്ട്യാർഡിൻ്റെ വാള് വരുന്നത്. ഇവിടെ നല്ല ടൈലുകൾ, ക്ലാഡിങ് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെടികളെല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ബാക്ക് വശത്തെല്ലാം പുറകുവശത്തെല്ലാം ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ടാവും. ഇവിടെ ഒരു ഗ്ലാസ് ഡോറ് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കൺസേൺ ഉണ്ടാവും. അതിന് പകരമായിട്ട് ഇവിടെ നമുക്ക് റോളിംഗ് ഷട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഒന്ന് നോക്കി, ഇത് താഴേക്ക് ഇവിടെ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് താഴേക്ക് റോളിംഗ് ഷട്ടർ വരും. അപ്പോൾ നമുക്ക് സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ സേഫ്റ്റിക്കും വളരെയധികം പ്രാധാന്യം നൽകിയിട്ടാണ് ഈ വീടിൻ്റെ ഈ ഭാഗം നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഭാഗം സെൻട്രലൈസ്ഡ് AC ആണ് വന്നത്. 210-ൻ്റെ സെൻട്രലൈസ്ഡ് AC ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് സ്പേസും മുകൾ സ്പേസിലുമൊക്കെ ആയിട്ട് നമുക്ക് AC-യും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മുകളിലേക്ക് പോകുന്നതിന്, ടെറസിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ ഡൈനിങ് സ്പേസിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഇവിടെ വുഡൻ ഹാൻഡ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസും നൽകിയിരിക്കുന്നത്, ടഫൻഡ് ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആ ക്ലാഡിങ് ടൈലുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യിക്കാം. ഇതൊരു വർക്കിംഗ് ടേബിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെയാണ് നമുക്ക് LCBയും അതിൻ്റെ കണക്ഷൻ ബോക്സും എല്ലാം, ഇലക്ട്രിക്കൽ കണക്ഷൻ ബോക്സും എല്ലാം നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. നമുക്ക് ഇനി ആദ്യം കിച്ചണിലേക്കാണ് പോകേണ്ടത്. ഇതാണ് കിച്ചൺ. കിച്ചൺ നല്ല ഫർണിഷ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന മോഡുലർ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പായിട്ട് വരുന്നത് ഫുൾ ബോഡി ടൈലാണ്. നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടാപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കോളറിൻ്റെയാണ് ഈ ടാപ്പ് ഫിറ്റിങ്സുകൾ എല്ലാം വരുന്നത്. ഇവിടെ നമുക്ക് ബോഷിൻ്റെ ഒരു സ്റ്റൗ കൊടുത്തിട്ടുണ്ട്. ഒരു ചിമ്മിനിയും ബോഷിൻ്റെ തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു കിച്ചൺ വിൻഡോ നൽകിയിരിക്കുന്നു. ഇവിടെ എല്ലാം പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇതിനെല്ലാം കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇതെല്ലാം നൽകിയിരിക്കുന്ന മൾട്ടിവുഡിനാണ്. പക്ഷേ ഇതിൻ്റെ മുകളിലുള്ള അക്രിലിക് ഗ്ലാസ്സുകളാണ് ഇവിടെ അതിൻ്റെ പുറത്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുന്നതിനും എല്ലാം നമുക്ക് നല്ല എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കിച്ചൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഓവൻ വരുന്നുണ്ട്. കൂടാതെ ഇവിടെ നമുക്ക് കുറേ കട്ട്ലറി യൂണിറ്റുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ഈ കിച്ചൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സ്പേസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ.
ഫുള്ളി നല്ല ഒരു മോഡുലാർ കിച്ചൺ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ഡിഷ് വാഷർ കൊടുത്തിട്ടുണ്ട്, അതും ചെയ്തിരിക്കുന്നു. നമുക്ക് ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം നടക്കുന്നതേ ഉള്ളൂ. ഈ ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ടൈലെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ടേബിൾ ടോപ്പ് ഒരുക്കിയിരിക്കുന്നു. അവിടെ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്കും വരുന്നുണ്ട്. അപ്പോൾ ഒരു കിച്ചനും വലിയൊരു വർക്ക് ഏരിയ സ്പേസും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് താഴത്തെ നിലയിലുള്ള ബെഡ്റൂമുകളിലേക്കാണ്. നമുക്ക് ബെഡ്റൂം നോക്കാം. ഈ ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഇതാണ് ബെഡ്റൂം. ഒരുപാട് വലിയ ഫോൾ സീലിംഗ് വർക്കുകളും കാര്യങ്ങളും ഒന്നും നൽകിയിട്ടില്ല. ഇവിടെ നമുക്ക് 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തേക്കുമുട്ടിലാണ് ജനലുകൾ വരുന്നത്. അതുപോലെ തന്നെ AC ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളിലും നമ്മൾ AC കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ലൈറ്റുകൾ മാത്രമാണ് സീലിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഹാൻഡിലുകളാണ്, അധികം കാണാത്ത രീതിയിലുള്ള ഹാൻഡിലുകളാണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് ഈ ഭാഗം ഈ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാത്റൂം കൂടി നോക്കാം. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറെല്ലാം വുഡൻ ഡിസൈൻ തന്നെ നല്ല രീതിയിലുള്ള നല്ല ഹെവി ആയിട്ടുള്ള ബാത്റൂം ഡോറുകളാണ് വരുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. കോളറിൻ്റെ കമ്പനിയുടെ തന്നെയാണ് വരുന്നത്. സെൻട്രൽ ഭാഗത്ത് ക്ലോസറ്റ് വരുന്നുണ്ട്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ടൈലുകൾ, അതായത് ഗ്ലോസി ഫിനിഷുള്ള വലിയ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഈ അവസാന ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ ഷവർ കാണാം. ഇവിടെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായി കാണാം. ഈ ഭാഗത്ത് ഒരു ഒരു വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം പോവാം. ഈ ലിവിങ് സ്പേസിൽ നിന്നാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാൾ അല്പം കൂടി വലിപ്പമുള്ളതാണ് ഈ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഒരു വശത്ത് ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലും നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ റൂമിലും AC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ AC വരുന്നത്. പോയിന്റ് ഇവിടെയാണ്. വാർഡ്രോബ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വാർഡ്രോബ്. സ്ലൈഡിങ് ഡോറുകളാണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. സ്ലൈഡിങ് ഡോറ് കൊടുക്കാൻ കാരണം നമുക്ക് തുറക്കുമ്പോൾ ഒരുപാട് സ്പേസ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ലൈഡിങ് ഡോറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്പേസ് കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. താഴെ എല്ലാ ഡ്രോയറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ വാർഡ്രോബും ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ളതാണ് ബെഡ്റൂം. ഇതാണ് ബാത്റൂമിൻ്റെ സ്പേസ് വരുന്നത്. ബാത്റൂം ഡോറ് ഇതാണ്. ഡോർ തുറന്നാൽ ബാത്റൂമിലേക്ക് പ്രവേശിക്കാം. ഇവിടെ നമുക്ക് മാറ്റ് ഫിനിഷ് ഉള്ള നല്ല ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷവർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ ഭാഗത്തായിട്ട് സെൻട്രൽ ഭാഗത്തായിട്ട് ക്ലോസറ്റ്, അതും കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് തന്നെയാണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു വാഷ് കൗണ്ടറും ഇവിടെ വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ബെഡ്റൂമിൻ്റെയും വിശേഷങ്ങൾ. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പുകളിൽ ഫുൾ ബോഡി ടൈല് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് നല്ല പ്രായമുള്ളവർക്ക് വരെയും കയറി പോകാവുന്ന രീതിയിൽ നല്ല സ്റ്റെപ്പുകളാണ്, നല്ല വീതിയുള്ള സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ആശ്വാസകരമായ രീതിയിൽ നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരാവുന്നതാണ്. ഇവിടെ നമുക്ക് വലിയൊരു വിൻഡോ നമ്മൾ പുറത്തുനിന്ന് കണ്ടതാണ്, ഗ്ലാസ് ഇട്ട ഒരു പോർഷൻ, അത് ഇവിടെയാണ് വരുന്നത്. ഇത് നമുക്ക് തുറക്കാവുന്നതാണ്. ഓക്കെ, മുകളിലേക്ക് വരാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. വുഡൻ ഫ്ലോറിംഗ് ആണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. നല്ല വലിയ സ്പേസ് തന്നെയാണ് ഈ അപ്പർ ലിവിങ് സ്പേസ് വരുന്നത്. ഇവിടെ ഒരു ലൈറ്റ് കാണാം. നമുക്ക് നല്ലൊരു ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ വിൻഡോ, ഈ ഭിത്തി നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിലുള്ള വലിയ വിൻഡോ തേക്കുണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു TV യൂണിറ്റ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. താഴെ ബോക്സും നൽകിയിട്ടുണ്ട്. TV വെക്കാനുള്ള സ്പേസ് വരുന്നത് ഇവിടെയാണ്. നമ്മൾ താഴെ നിന്ന് നോക്കിയപ്പോൾ ഒരു ഷാൻഡിലിയർ കണ്ടിരുന്നു, ഒരു LED. അത് ഇവിടെയാണ് വരുന്നത്. നോക്കിയാൽ അറിയാം, നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് തന്നെയാണ് അത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. നമുക്കപ്പോൾ ആദ്യത്തെ ബെഡ്റൂം നോക്കാം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസിൽ അതേ സ്ഥാനത്ത് തന്നെയാണ് ഈ ബെഡ്റൂമും വരുന്നത്. അപ്പോൾ അത്രയും സ്പേസ് തന്നെ ഈ ബെഡ്റൂമിനും കിട്ടുന്നുണ്ട്. കൂടുതൽ വേറൊരു ഒന്നും പറയാനില്ല. 2 സൈഡിലും ജനൽ വരുന്നുണ്ട്. സെയിം വാർഡ്രോബ് തന്നെ
ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം ഡിസൈനിലുള്ള സെയിം പാറ്റേണിലുള്ള ഒരു വാർഡ്രോബ്. AC-യും അതേ പോയിന്റിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം. ബാത്റൂമും കൂടുതൽ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ ഷവർ വരുന്നുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ട് ക്ലോസറ്റ് വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ വാഷ് ബേസിനും അപ്പം നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെയുള്ള ഒരു ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. നീളത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. വലിയ നീളത്തിലുള്ള ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വന്ന ആ ജനലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ്രോബിന് വൈറ്റ് കളറാണ് ലാമിനേഷൻ സെൻറ്റർ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് വുഡൻ ഡിസൈനും വരുന്നുണ്ട്. ഹാൻഡിലുകളെല്ലാം സെയിം തന്നെ. ഒരുപാട് സ്പേസുള്ള വലിയ വാർഡ്രോബ്. ഇതും AC-യുടെ പോയിന്റ് വരുന്നത് ഇവിടെയാണ്. AC-യുടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി ഈ ഭാഗത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് വരുന്നത് ഇവിടെയാണ്. നമുക്ക് ഇവിടെ ഒരു മിറർ കൊടുക്കാവുന്നതാണ്. അതെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ബാത്റൂം മറ്റേ ബാത്റൂമിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിപ്പമുള്ളതാണ്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണിത്. ഒരു ബാത്ടബൊക്കെ സെറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ഈ ബാത്റൂം അതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. വലിയ ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഷവർ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും ഇവിടെയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഫിറ്റിങ്സുകളും കോളാറിൻ്റെത് തന്നെയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനുള്ള നല്ല പ്രീമിയം ലുക്കിലുള്ള ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇവിടെ വരുന്നത്. മുകളിലേക്ക് നമുക്ക് ടെറസിലേക്ക് പോകാനായിട്ട് ഇവിടെ ഗോവണി ഇൻറ്റേർണൽ ഗോവണിയാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലുകളെല്ലാം സെയിം തന്നെ. തേക്കൂട്ടിൽ ചെയ്തിരിക്കുന്ന ഹാൻഡ് റെയിൽ ഗ്ലാസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ആ താഴെ നിന്ന് വരുന്ന ആ ജനൽ മുകളിലേക്ക് ഗ്ലാസ് താഴെ നിന്ന് മുകളിലേക്ക് വരെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അയൺ ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ചെറിയ സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ വേണമെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വെക്കാവുന്ന ഒരു സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെറസും നോക്കാം. ഇതാണ് ടെറസ് ഏരിയ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് വാട്ടർ ടാങ്കൊക്കെ വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിനായിട്ടുള്ള ഗോവണി ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെയും വെക്കാം. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് മെയിനായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ്. അത് കവേർഡ് സ്പേസ് ആയിട്ടാണ് വരുന്നത്. ഇവിടെയും നമുക്ക് ബാൽക്കണി ഈ ഭാഗത്ത് ടെറസ് ഈ ഭാഗത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ് ഈ ടെറസ് കൂടി. പിന്നെ നമുക്ക് ബാൽക്കണി കൂടി കാണാണ്ട് ബാൽക്കണി ഒന്ന് നോക്കാം. നമ്മൾ പോകുന്നത് ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയിലേക്കുള്ള ഡോറ് വരുന്നത് ഇവിടെയാണ്. വലിയ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. തേക്കൂടിൽ ചെയ്ത ഡോറ് തന്നെയാണ് വരുന്നത്. ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസുമാണ് ബാൽക്കണിക്ക് വരുന്നത്. ഇതാണ് കവേർഡ് സ്പേസ്. ഇവിടെ നല്ലൊരു വലിയ പാരപ്പറ്റാണ്. സാധാരണ വീടുകൾക്ക് പാരപ്പറ്റുകൾ ഇത്ര ഉണ്ടാവാറില്ല. ഇത് നല്ല സേഫ്റ്റി ആയിട്ട് വലിയൊരു പാരപ്പറ്റ് തന്നെ ഗ്ലാസ്സിൽ തീർത്ത് കൊടുത്തിട്ടുണ്ട്. വുഡായി വരുന്നത് തേക്കുഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ഇവിടെയും വരുന്നുണ്ട്. ഇനി ഓപ്പൺ സ്പേസിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. എല്ലാവർക്കും സിമ്പിളായിട്ട് ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് ഓപ്പൺ സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഗ്രിപ്പുള്ള ടൈല് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വാൾ ടൈലുകൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ MS-ലാണ് ഇതിൻ്റെ ഹാൻഡ് റെയിൽ വരുന്നത്, പാരപ്പറ്റ് വരുന്നത്. ഗ്ലാസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. 5.5 സെൻറ്റ് സ്ഥലത്ത് 2650 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട് വരുന്നത് എടപ്പള്ളിയിലാണ്. എടപ്പള്ളി ലുലു മാളിൽ നിന്നും 2 കിലോമീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച വില്ല പ്രോജക്റ്റാണിത്. 4 വില്ലകളാണ് ടോട്ടൽ ഇവിടെ ഉള്ളത്. പക്ഷേ ഒരെണ്ണം ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇനി 3 വില്ലകൾ മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വീടിൻ്റെ വിലയാണ് പറയാൻ പോകുന്നത്. 2,15,00,000 രൂപയാണ് ഈ വീടിൻ്റെ വില. 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള
നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഭംഗിയിൽ നിർമ്മിച്ച വീട്. ഈ വീട് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള നല്ല നല്ല വീടുകളുടെ വീഡിയോ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.